ശരി, ശ്രീ മുജീബ് റഹ്മാൻ, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുള്ള ഈ ആശങ്ക അതുകൊണ്ട് കൂടി തന്നെയാണല്ലോ കല്ലറങ്ങാട് പിതാവിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ പാലായിൽ യോഗം ചേർന്നതും ഒരു സമിതിയെ രൂപീകരിക്കാനും അവർ, ഞാൻ ചോദിക്കുന്ന ചോദ്യം കേൾക്കൂ, സമിതിയെ രൂപീകരിക്കാനും തീരുമാനിച്ചത് എന്തുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കടന്നുകയറ്റം ഉണ്ടാകുന്നുവെന്ന് അതിനുള്ള മറുപടി കൊടുക്കേണ്ടത് നിങ്ങളാണ്. മുജീബ് കേട്ടില്ലേ? എൻ്റെ അടുത്താണ്. സോറി, സൂചിപ്പിക്കട്ടെ. നേരത്തെ നമ്മുടെ ഫാദർ സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള സെന്റ് റീത്താസ് സ്കൂളിലെ നിയമാവലി അനുസരിച്ചുകൊണ്ട് അവിടെ ഒരു മുസ്ലിം കുട്ടിക്ക് തലയിൽ തട്ടനിട്ട് സ്കൂളിലേക്ക് വരാൻ കഴിയില്ല. അത് അവിടുത്തെ യൂണിഫോമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ആ സ്കൂളിലെ യൂണിഫോം അതേ കളറിൽ ആ കുട്ടി ഇട്ടിട്ടുണ്ട്, അതേ വസ്ത്രം ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ അതേ കളറിലുള്ള അതേ യൂണിഫോമിൻ്റെ മുകളിൽ ആ തല മറച്ചു എന്നുള്ളത് മാത്രമാണ്. യൂണിഫോമിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയതായിട്ട് അതിൻ്റെ രക്ഷകർത്താക്കളോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈവ് വീഡിയോ നമ്മൾ കണ്ടു. ആ കുട്ടി വേറെ ഏതെങ്കിലും ഒരു പർദ്ദയോ ഒരു കറുത്ത വസ്ത്രമോ അതില്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗൺ കളറുള്ള വസ്ത്രമോ അല്ല, സ്കൂളിലെ യൂണിഫോം തൊട്ട് അതിൻ്റെ കൂടെ ഒരു തലയിൽ തട്ടനിട്ടു എന്നുള്ളതാണ് ആ കുട്ടി ചെയ്തിട്ടുള്ള തെറ്റ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരു കുട്ടിക്ക്, ഒരു മുസ്ലിമായ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ആ കുട്ടിക്ക് ഇസ്ലാമികമായിട്ടുള്ള അവൻ്റെ മതവിധി അനുസരിച്ച് കൊണ്ട് ജീവിക്കണമെങ്കിൽ അത് ക്രൈസ്തവ സ്ഥാപനമായിട്ടുള്ള ഈ സ്കൂളിൽ കഴിയില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് മാറി നിങ്ങൾക്ക് അങ്ങനെ ഈ തലയിൽ തട്ടിനിടാൻ പോകുന്ന മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകണം. നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു, അങ്ങനെ പാലയിൽ നടന്ന നിസ്കരിക്കാനുള്ള മുറി ചോദിക്കുന്ന വിഷയം ഞാൻ ചോദിക്കട്ടെ. അത് ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂളിൽ ക്രൈസ്തവ സഭയ്ക്ക് അവിടെ വിഗ്രഹാരാധന, യേശുവിനെ പ്രാർത്ഥിക്കുവാനുള്ള പള്ളി പണിയാം, അവിടെ ആരാധിക്കാം. അതിനൊരിക്കലും ഞാൻ തടസ്സം നിൽക്കുന്നില്ല. വരുന്ന ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾക്ക് അവിടെ മുട്ടുകുത്തി ദ്രോഹിക്കലാണ്. പ്ലീസ് പിൻവലിക്കുക. യേശു സോറി ഞങ്ങളുടെ യേശുവിന്റെ മുന്നിൽ അത് അങ്ങനെ അനാവശ്യമായിട്ടൊരു ചർച്ച ഉണ്ടാക്കല്ലേ. യേശുവിൻ്റെ ആ രൂപം, അത് തന്നെയാണ് ഞങ്ങൾ വിഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ യേശുവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളിൽ ആ സ്വരൂപത്തിൻ്റെ, ആ രൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അത് അങ്ങനെയല്ല, അവിടെ രൂപം വെച്ചിട്ടില്ല എന്നെങ്കിൽ ശരിയായിരിക്കാം, എനിക്കറിയില്ല. പള്ളികളിലോ അല്ലെങ്കിൽ കപ്പകളിലോ ആ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന ഈ പറയപ്പെടുന്ന സ്കൂളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ ഇടപെടാതെ പറ്റില്ല. കാരണം യേശുവിന്റെ രൂപത്തിന്റെ, യേശുവിന്റെ കന്യാമറിയത്തിന്റെ, യേശുവിന്റെയും കന്യാമറിയത്തിന്റെയും രൂപത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ പള്ളികളിലും കപ്പകളിലും കണ്ടിട്ടുള്ളത്. അത് അടിസ്ഥാനരഹിതമാണെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെയുള്ള പ്രാർത്ഥന നടക്കുന്ന ആ വിദ്യാലയങ്ങളിൽ ഏത് രീതിയിലാവട്ടെ, ഒരു ക്രൈസ്തവ രീതിയിലുള്ള പ്രാർത്ഥന കുട്ടിക്കോ, ഞാനിപ്പോൾ അങ്ങനെ രൂപമില്ല വിഗ്രഹമില്ല അങ്ങനെയായിരിക്കാം, ആ ക്രൈസ്തവ രൂപത്തിലുള്ള പ്രാർത്ഥന നിങ്ങൾ ഈ പറഞ്ഞ സെന്റ് പീറ്റേഴ്സ് എന്ന ആ സ്കൂളിൽ വരുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുമതിയുണ്ട്. പക്ഷേ മുസ്ലിമായ ഒരു കുട്ടിക്ക് ആ സ്കൂളിൻ്റെ, ഞാൻ ആ വിഷയം മാറി പാലയിലേക്ക് പോകുകയല്ല, ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു തോർത്തുമുണ്ടിട്ട് നിസ്കരിക്കാനുള്ള അനുമതിയില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിസ്കരിക്കില്ല, ഞങ്ങളുടെ കുട്ടികൾ എന്നുള്ള രീതിയിലേക്ക് ക്രൈസ്തവരായ കുട്ടികൾക്ക് അവിടെ പ്രാർത്ഥിക്കാം. ക്രൈസ്തവരായ കുട്ടികൾക്ക് പക്ഷേ മുസ്ലിം കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് സാർ പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിയമാവലി ഇതാണ്, നിങ്ങൾക്ക് ഈ കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ മതേതരത്വവും മതസൗഹാർദ്ദവും ഐക്യമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ പറയപ്പെടുന്ന ഈ സ്കൂളിൽ നിങ്ങൾക്കറിയാം, ആ പള്ളുരുത്തിയിൽ 300, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചിലപ്പോൾ എണ്ണത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകാം, അതിൽ കയറി പിടിക്കരുത്, 300ഓളം വരുന്ന കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ആ പഠിക്കുന്നതിൽ 120ഓളം കുട്ടികൾ മുസ്ലിം കുട്ടികളാണ്. ആ പ്രദേശത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് 18 വിശ്വാസ്യതയെ ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സാമൂഹിക പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിൽഫ്രഡ് എന്ന് പറയുന്നൊരു, ഞാൻ പേര് മറന്നുപോയി, ആദ്യത്തെ ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹം ശുദ്ധ കളവാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആ പ്രദേശത്ത് ക്രൈസ്തവരും
ആ പ്രദേശത്ത് ക്രൈസ്തവരും ഹൈന്ദവരും മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ആസാമിലെ കഥ പറഞ്ഞതുപോലെ അവിടെ കടന്നുകൂടി വന്ന അവിടുത്തെ താമസക്കാരല്ലാത്ത ചില തീവ്ര മനോഭാവമുള്ള മതവിശ്വാസികൾ മുസ്ലിങ്ങളെ അവരവിടെ കടന്നു വന്ന് കുഴപ്പമുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രദേശത്തുള്ള സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആ റെസിഡൻസ് അസോസിയേഷൻ്റെ അവസ്ഥ ഞാൻ ചോദിച്ചു. മഴവില്ല് എന്നാണ് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പേര്. ആ റെസിഡൻസ് അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ളത് 88 കുടുംബങ്ങളാണ്. ആ 88 കുടുംബങ്ങളിൽ ഞാൻ ജാതിയും മതവും തിരിച്ചു പറയല്ല കേട്ടോ ഇവിടെ സംസാരിച്ചു. ആ 88 കുടുംബങ്ങളിൽ 6 കുടുംബങ്ങൾ ക്രൈസ്തവരും 7 കുടുംബങ്ങളും. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം ക്രൈസ്തവർ, ഹൈന്ദവർ, മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് പറയുന്നൊരു വിഷമമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ഈ ചാനലിൽ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് ശുദ്ധ കളവ് സംസാരിക്കുന്ന അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനുമല്ല, ഒരു രാഷ്ട്രീയ നിരീക്ഷകനുമല്ല, ആ പ്രദേശത്തെ ഏറ്റവും വർഗീയമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ മക്കളോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ചാനൽ ചർച്ചയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല കേട്ടോ. താങ്കൾക്ക് അദ്ദേഹവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അദ്ദേഹം ഇരിക്കുന്ന ഒരു ചർച്ചയിൽ പറയുക. സംസാരിച്ചപ്പോൾ അവിടെ വെച്ച് താങ്കളെ എതിർത്ത ഒരു കാര്യമാണ്. മീഡിയ വൺ പൊതുപ്രവർത്തകൻ എന്നുള്ള അടിക്കുറിപ്പ് കൊടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിരുത്തുമ്പോൾ താങ്കൾക്ക് ഇഷ്ടമല്ല എന്ന് കരുതി അങ്ങനെ എല്ലാവരെയും ആ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. അല്ല, താങ്കൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പട്ടിക തരൂ ആരെയൊക്കെ വിളിക്കണമെന്ന് താങ്കളുടെ ചർച്ച. അത് ശരിയല്ല മുജീബ്, അങ്ങനെ പറയുന്നത് ശരിയല്ല. താങ്കൾക്ക് ഒരാളുടെ നിലപാട് ഇഷ്ടമല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരെ പോലും അപമാനിക്കുന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള പരാമർശങ്ങൾ നിർത്തണം. അത് വേണ്ട, അത്തരത്തിലുള്ള പരാമർശം വേണ്ട. അദ്ദേഹം ഈ ചർച്ചയിൽ പോലുമില്ല, അദ്ദേഹത്തിന്റെ പേര് പോലും താങ്കൾക്ക് അറിയില്ല. തെറ്റിച്ചാണ് താങ്കൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുള്ള അവസരമുണ്ട്. താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടപെട്ടുമില്ല. പക്ഷേ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ ഇടപെടേണ്ടി വരും. അത് ന്യൂസ് 18 ചാനലിന്റെ വിശ്വാസ്യതയെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. എല്ലാവരുടെയും നിലപാടുകൾ വരട്ടെന്നേ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞുവല്ലോ. ഒരേ അഭിപ്രായമുള്ളവരെയാണ് വിളിച്ചിരുന്നത്. അല്ല, ഈ ചർച്ചയിൽ തന്നെ രാഹുൽ താങ്കളുടെ നിലപാടാണ് പറഞ്ഞത്. കൃത്യമായ തെളിവ് ആ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബങ്ങളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അയച്ചുതരാം. ഞാനത് വിഷയം വിടുന്നു. ഞാൻ ഫാദർ പറഞ്ഞതിന് കൺഫ്ലിക്റ്റ്. ഇപ്പോൾ ഫാദർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ പള്ളുരുത്തിയിലെ സ്കൂൾ മാത്രമല്ല ബാക്കിയുള്ള മുഴുവൻ സ്കൂളുകളിലും ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ മുസ്ലിം കുട്ടികൾ മുസ്ലിം സ്ഥാപനത്തിൽ പഠിക്കണം. ക്രൈസ്തവ സ്ഥാപനത്തിൽ മുസ്ലിങ്ങൾ വരണ്ട. കാരണം അവിടെ വന്നാൽ നിങ്ങൾക്ക് നിസ്കരിക്കാനും പറ്റില്ല, തലയിൽ തട്ടിടാനും പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ ഒരു ക്യാമ്പയിനും ഇറക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാൽ അങ്ങനെ ഒരു ക്യാമ്പയിനും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾ തന്നെ ക്യാമ്പയിനാണ്. അത് ശരിയല്ല കേട്ടോ. മുജീബ് റഹ്മാനും കൂട്ടർക്കും വേണ്ടത് ഇതാണ്. അതാണ് മുജീബ് റഹ്മാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് അങ്ങനെ ഒരു ക്യാമ്പയിൻ പോലും നിങ്ങൾ ഇറക്കുന്നുണ്ട് കേട്ടോ. ശരിയല്ല, അങ്ങനെയുള്ള ക്യാമ്പയിനുകൾ ഇറക്കുന്നു. ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു. മുസ്ലിം കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കരുത് എന്ന രീതിയിലുള്ള നിങ്ങളുടെ പ്രചാരണം അത് ശരിയല്ലത്. അങ്ങനെ നടത്തരുത്. കൃത്യമായി ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കുക, അകൽച്ചയുണ്ടാക്കുക എന്ന ലൈനിലാണ് ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല മുജീബ്, താങ്കൾ എനിക്ക് അജണ്ട അതാണ് കേട്ടോ. കാരണം ഇതേ സമാന രീതിയിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ പഠിച്ചു വിടുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ശരിയല്ല. അത്തരത്തിലുള്ള അജണ്ടകൾ സ്വീകരിക്കരുത്.